നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമ്മൾ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എന്നിവയാണ് നോക്കാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പോയറ്റിക് ഡിവൈസസായ അലിട്രേഷൻ അതുപോലെ തന്നെ റിഫ്രെയിൻ ഇവ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഈസ് എബൌട്ട്? ഈ പാട്ട് എന്തിനെക്കുറിച്ചാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? The song is about offering comfort, support and love to someone during their difficult times. ഒരാൾ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് ആശ്വാസവും സ്നേഹവും പിന്തുണയും നൽകുന്നതിനെക്കുറിച്ചാണ് ഈ പാട്ട് പ്രതിപാദിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2, what do you think the singer means by being a bridge over troubled water? ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ആയിരിക്കുക എന്നതിലൂടെ പാട്ടുകാരൻ അർത്ഥമാക്കുന്നത് എന്ത്? ഇറ്റ് മീൻസ് ബീങ് എ സോഴ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു ഹെൽപ്പ് സമ്മൺ ത്രൂ ദെയർ സ്ട്രഗിൾസ്. മറ്റുള്ളവരുടെ പ്രതിസന്ധിയിൽ അവർക്ക് ശക്തി പകരുന്ന ഒരു സ്രോതസ്സും അതുപോലെ തന്നെ സഹായവുമായിരിക്കുക എന്നതാണ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നതിലൂടെ പാട്ടുകാരനിവിടെ അർത്ഥമാക്കുന്നത്. Question number 3. How does the singer describe one's role when someone is feeling down? ഒരാളുടെ വിഷമാവസ്ഥയിൽ മറ്റൊരാൾക്ക് എന്ത് പങ്ക് വഹിക്കാനാകുമെന്നാണ് പാട്ടുകാരൻ വിവരിക്കുന്നത്. The singer describes comforting, supporting and staying by their side during tough times. ഒരാളുടെ വിഷമാവസ്ഥയിൽ അയാളോടൊപ്പം താങ്ങായി നിന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് കവി ഈ കവിതയിലൂടെ വിവരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4, വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് വിൽ ഈസ് യുവർ മൈൻഡ്? കവിയുടെ അഭിപ്രായം അനുസരിച്ച് എന്ത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുമെന്നാണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദ പോയറ്റ്, ഓഫറിംഗ് അൺകണ്ടീഷണൽ സപ്പോർട്ട് ആൻഡ് ബീയിങ് ദെയർ ഫോർ സമ്മൺ ഡ്യൂറിങ് ദെയർ ഡിഫിക്കൽട്ട് ടൈംസ് വിൽ ഈസ് ദെയർ മൈൻഡ്. മറ്റുള്ളവരുടെ പ്രയാസകരമായ സമയങ്ങളിൽ അവർക്ക് പരിപൂർണ പിന്തുണ നൽകുകയും അവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നത് അവരുടെ മനസ്സിനെ ആശ്വസിപ്പിക്കും. അടുത്തതായിട്ട് ആക്ടിവിറ്റീസ് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, കൊറിയോഗ്രാഫ് ദ സോങ് ഇൻ ദ ക്ലാസ് ഓർ സ്കൂൾ ഓഡിറ്റോറിയം. അതായത് ഈ പാട്ടിന് അനുയോജ്യമായ നൃത്ത ചുവടുകൾ ഒരുക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ കൊറിയോഗ്രാഫിംഗ്. അതിൻ്റെ നൃത്ത ചുവടുകൾ നിർമ്മിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ പ്രധാന ആശയം എന്താണോ അത് ഡിസ്കസ് ചെയ്ത് അതിന് പറ്റിയ സീൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ അതിന് പറ്റിയ കോസ്റ്റ്യൂംസും സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ട് വേണം ആ നൃത്ത ചുവടുകൾ അല്ലെങ്കിൽ ഡാൻസ് കൊറിയോഗ്രാഫ് ചെയ്യാൻ വേണ്ടി. അത് നിങ്ങളുടെ കൂട്ടുകാരൊത്ത് ചെയ്തു നോക്കുക. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 2, പിക്ക് ഔട്ട് ദ ഫീൽ ഗുഡ് ആൻഡ് ഫീൽ ബാഡ് സിറ്റുവേഷൻസ് ഫ്രം ദ സോങ് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ കോളംസ്. ഈ കവിതയിൽ നിന്നും മനസ്സിന് സുഖം പകരുന്നതും അതുപോലെ തന്നെ മനസ്സിന് വിഷമം വരുന്നതുമായ സന്ദർഭങ്ങൾ കണ്ടെത്തി താഴെ തന്നിരിക്കുന്ന കോളം പൂർത്തിയാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫീൽ ഗുഡ് സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? ഐ വിൽ കംഫോർട്ട് യു, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. യുവർ ടൈം ഹാസ് കം ടു ഷൈൻ, നിനക്ക് തിളങ്ങാനുള്ള സമയം വന്നു കഴിഞ്ഞു. ഓൾ യുവർ ഡ്രീംസ് ആർ ഓൺ ദെയർ വേ, നിന്റെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ പോകുന്നു. ഐ വിൽ ഈസ് യുവർ മൈൻഡ്, ഞാൻ നിന്റെ മനസ്സിനെ ശാന്തമാക്കും. ഐ എം സെയിലിംഗ് റൈറ്റ് ബിഹൈൻഡ്, ഞാൻ നിന്റെ പുറകിൽ തന്നെ ഉണ്ട്. സീ ഹൗ ദേ ഷൈൻ, നിന്റെ സ്വപ്നങ്ങളൊക്കെ എങ്ങനെ ഷൈൻ ചെയ്യുന്നു നീ കാണുക. ഇതൊക്കെ മനസ്സിന് സുഖം പകരുന്നതായ സന്ദർഭങ്ങളാണ്. ഫീൽ ബാഡ് സിറ്റുവേഷൻസ്, ഫീലിംഗ് സ്മോൾ, നീ ചെറുതായി പോകുന്ന അവസ്ഥകൾ. വെൻ ടീയേഴ്സ് ആർ ഇൻ യുവർ ഐസ്, നിന്റെ കണ്ണിൽ കണ്ണുനീര് നിറയുന്ന അവസരങ്ങൾ. വെൻ ടൈംസ് ഗെറ്റ് റഫ്, വളരെ ജീവിതം വളരെ പരുക്കൻ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിനെക്കുറിച്ച്. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം മനപ്രയാസപ്പെട്ടിട്ട് ഒന്നുമല്ലാതായി തീരുന്ന അവസ്ഥകൾ. വെൻ പെയിൻ ഈസ് ഓൾ അറൗണ്ട്, എവിടെ തിരിഞ്ഞാലും വളരെ വേദനാജനകമായ അനുഭവങ്ങൾ മാത്രമുള്ള സന്ദർഭങ്ങൾ. വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്, അതായത് നിന്റെ ജീവിതത്തിൻ്റെ
ഒരു എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്നതായ അല്ലെങ്കിൽ ഇരുണ്ടു പോകുന്നതായ നിമിഷങ്ങൾ, ഇതൊക്കെയാണ് മനസ്സിന് വിഷമം പകരുന്നതായ സന്ദർഭങ്ങൾ. ആക്ടിവിറ്റി നമ്പർ 3, റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ അഗെയിൻ. ആദ്യത്തെ സ്റ്റാൻസ വീണ്ടും വായിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. അതിൽ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് നോക്കുക. ദേ ആർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ. ഇത് അലിട്രേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ ഏതൊക്കെ വേർഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്? ലാസ്റ്റ് ലൈനിൽ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഫൗണ്ട്, രണ്ടും എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ടും കൺസോണൻസ് ആണ്. വായിക്കുമ്പോൾ നമുക്ക് കൺസോണൻസ് സൗണ്ട് ആണ് കിട്ടുന്നത്, അല്ലേ? എഫ്, ഫ്രണ്ട്സ്, ഫൗണ്ട്. അപ്പം അലിട്രേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം, എങ്കിലും ഒരിക്കൽ കൂടി പറയാം. അലിട്രേഷൻ എന്ന് പറയുന്നത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പദങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾക്ക് ഒരേപോലെയുള്ള കൺസോണൻസ് സൗണ്ട് ആണ് ഉള്ളതെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ലെറ്റേഴ്സിനെ ആശ്രയിച്ചല്ല, മറിച്ച് ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരേപോലെയുള്ള കൺസോണൻസ് സൗണ്ട് ആണെങ്കിൽ അതിനെ നമുക്ക് പറയാം അവിടെ ആ ഭാഗത്ത് അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഇനി അലിട്രേഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതായത് നമ്മുടെ പോയത്തിന് അല്ലെങ്കിൽ സോങ് ആയിക്കോട്ടെ, അതിന് ഒരു താളാത്മകത ലഭിക്കാൻ വേണ്ടി, ഒരു മ്യൂസിക്കൽ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ അലിട്രേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ പോയമൊക്കെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി, പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അവിടെയും അലിട്രേഷൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒഴുക്ക് നമുക്കവിടെ ഫീൽ ചെയ്യും. അപ്പോൾ അത് നമുക്ക് പഠിക്കാനും വായിക്കാനും ഒക്കെ വളരെയധികം ഒരു സുഖം തരുന്നതായിരിക്കും. അതുപോലെ തന്നെ കവി ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക ഐഡിയ, ഒരു മെസ്സേജ്, അത് ഊന്നി പറയാൻ വേണ്ടിയും എന്ത് ചെയ്യാം, അലിട്രേഷൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് മോർ സച്ച് എക്സാമ്പിൾസ് ഫ്രം ദ സോങ് ആൻഡ് റൈറ്റ് ദം ഹിയർ. ഈ പോയത്തിൽ നിന്നും കൂടുതൽ അത്തരം അലിട്രേഷൻ ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ എക്സാമ്പിൾസ് കണ്ടെത്തി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സെയിൽ ഓൺ സിൽവർ ഗേൾ എന്ന് പറഞ്ഞ ലൈനിൽ നമുക്ക് കാണാൻ പറ്റും സെയിലും സിൽവറും, അല്ലേ? അത് കൺസോണൻറ്റ് സൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വായിക്കുമ്പോഴും കൺസോണൻറ്റ് ആ ഒരു സൗണ്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് സെയിലും സിൽവറും അലിട്രേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ സീ ഹൗ ദേ ഷൈൻ, ആ ലൈനിലും സിയും ഷൈനും ഉണ്ട്. രണ്ടും എസിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വായിക്കുമ്പോൾ നമുക്ക് കൺസോണൻറ്റ് സൗണ്ട്സ് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് അവിടെയും അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4, പിക്ക് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് റിഫ്രെയിൻ ഫ്രം ദ സോങ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ആൻഡ് റൈറ്റ് ദം ബിലോ. അടുത്തത് വീണ്ടും ഒരു പോയറ്റിക് ഡിവൈസിനെ കുറിച്ചാണ് പറയുന്നത്, റിഫ്രെയിൻ. റിഫ്രെയിൻ എന്താണെന്ന് നോക്കാം. ഒരു പോയത്തിൽ അതിൻ്റെ പ്രധാന ആശയത്തെ ഊന്നി പറയാൻ വേണ്ടി ആ പോയത്തിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ, അതൊരു സ്റ്റാൻസയുടെ തുടക്കത്തിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ അവസാനത്തിലാവാം, അല്ലെങ്കിൽ എല്ലാ സ്റ്റാൻസയുടെയും തുടക്കത്തിലോ അവസാനത്തിലോ ആകാം. അങ്ങനെ അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും വരികൾ ആവർത്തിച്ച് വരികയാണെങ്കിൽ, ഒരു വരികളോ അല്ലെങ്കിൽ വാക്കുകളോ അങ്ങനെ ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ റിഫ്രെയിൻ യൂസ് ചെയ്തിട്ടുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി ഈ റിഫ്രെയിൻ എന്ന് പറഞ്ഞ പോയറ്റിക് ഡിവൈസ് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. റിഫ്രെയിൻ യൂസ് ചെയ്യുന്നത് ഒന്ന് പോയത്തിന് ഒരു താളവും ഒരു ഋതവും ഒരു സ്ട്രക്ചറും ഒക്കെ ഘടനയും ഒക്കെ നൽകുവാൻ വേണ്ടി പല ഭാഗത്തും റിഫ്രെയിൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രധാന ആശയത്തെ ഊന്നി പറയാൻ വേണ്ടി അത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും, നമ്മുടെ മനസ്സിൽ അത് ശക്തമായിട്ട് പതിയും. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഊന്നി പറയാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, റിഫ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ കവിതയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്, പല ഭാഗത്തും യൂസ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ലേ മീ ഡൗൺ എന്ന് പറഞ്ഞ ലൈൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഐ വിൽ ഈസ് യുവർ മൈൻഡ്, അതും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവയൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? റിഫ്രെയിൻ്റെ
എക്സാമ്പിൾസ് ആണ്. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 5. റീഡ് ദ ഫോളോയിങ് ലൈൻസ് അഗെയിൻ. അത് വായിച്ചതിന് ശേഷം നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വി ഓഫൻ ഹെൽപ്പ് നീഡി പീപ്പിൾ. നമ്മൾ ആവശ്യക്കാരെ പലപ്പോഴും സഹായിക്കാറുണ്ട്. റീകോൾ സച്ച് ഇൻസ്റ്റൻസസ് ഫ്രം യുവർ ലൈഫ്. അത്തരം നിങ്ങളുടെ ജീവിതത്തിലെ അത്തരം അനുഭവങ്ങൾ ഓർത്തെടുക്കുക. ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങളുടെ അനുഭവം ഇവിടെ പിന്നെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വൺസ് ഐ സോ എ ഹംഗ്രി മാൻ സിറ്റിംഗ് ഓൺ എ ബെഞ്ച് ഇൻ ദ പാർക്ക്. ഞാൻ എന്ത് കണ്ടു? ഒരു മനുഷ്യൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ പാർക്കിൽ വിശന്നിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. ഐ ഹാഡ് സം എക്സ്ട്രാ ഫുഡ് വിത്ത് മീ. എൻ്റെ കയ്യിൽ കുറച്ച് അധികം ഫുഡ് ഉണ്ടായിരുന്നു. സോ ഐ വെൻറ്റ് ഓവർ ആൻഡ് ഒഫേർഡ് ഇറ്റ് ടു ഹിം. ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ ഫുഡ് കൊടുത്തു. ഹി വാസ് വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഡ് മീ. അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. അദ്ദേഹം എന്നോട് നന്ദി പറഞ്ഞു. ഇറ്റ് മേഡ് മീ റിയലൈസ് ഹൗ സ്മോൾ ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ക്യാൻ മേക്ക് ബിഗ് ഡിഫറൻസ് ഇൻ സമ്മൺസ് ലൈഫ്. ഇത് എന്തു മനസ്സിലാക്കാൻ കഴിഞ്ഞു? ഇതിലൂടെ നമ്മുടെ ചെറിയ നല്ല പ്രവൃത്തികൾ എങ്ങനെയാണ് ഒരുവൻ്റെ ഒരു ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നതെന്ന് ഈ ഒരു ചെറിയ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.